ആമേൻ. നമുക്ക് ലോകമെമ്പാടും ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ലോകത്തിൽ എല്ലായിടത്തും ബൈബിൾ നമുക്കവിടെ കാണാൻ പറ്റില്ല. ബൈബിൾ സൊസൈറ്റി എന്ന് തന്നെ ഇതിൻ്റെ സ്ഥാപനം ഭൂമിയിൽ നിർമ്മിക്കുവാൻ മുഖാന്തരമായ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഒരു നാട്ടിലായിരുന്നു ഞങ്ങളവിടെ പോയത്. അപ്പം ഞങ്ങളുടെ ചെന്ന് വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ ഒരു വ്യക്തി ഇന്ന് നമുക്കറിയാം, ഞാനും ഈ ലാസ്റ്റ് വന്നപ്പം എനിക്കൊരു പുതിയ ബൈബിൾ മേടിച്ചത് ബൈബിൾ സൊസൈറ്റിയിൽ നിന്നായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, കർത്താവ് ഇന്ന് ആ വ്യക്തിയുടെ ഒരു ആഗ്രഹം, ഒരു കൊതി, ഒരു തീഷ്ണത അനേകർക്ക് കർത്താവിൻ്റെ സുവിശേഷം സുലഭമായി ലഭിക്കുവാൻ. അതിനു മുമ്പ് വരെ ഞാൻ അവിടെ ചെന്നപ്പോൾ കാണാൻ ഇടയായി തീർന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ പഴയ പഴക്കം ചെന്ന ഒരു പള്ളിയിൽ ഒരു ബൈബിൾ ഇരിക്കുന്നത് കാണാൻ ഇടയായി തീർന്നു. അതിൻ്റെ ആ ബൈബിളിൻ്റെ 1966 സോറി അത് തന്നെ 1526 ഉപയോഗിച്ച ഒരു ബൈബിൾ കാണാനായി തീർന്നു. 1526 നോക്കി പറയേ, 1526 ഉപയോഗിച്ച ഒരു ബൈബിൾ ഞാൻ കേട്ടു. അത്രയും പഴക്കം ചെന്നൊരു ബൈബിൾ. അപ്പം ആ ബൈബിളിൻ്റെ വലിപ്പമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര എക്സ്പെൻസീവായ ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ബൈബിള് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മാത്രം ബൈബിൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ബ്രേക്ക് ചെയ്ത് സാധാരണക്കാരിലേക്ക് ബൈബിൾ എത്തുവാൻ ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചുവെങ്കിൽ എനിക്കത് കണ്ടപ്പോൾ തോന്നി, പ്രിയരെ, ആഗ്രഹിക്കുന്നവരെ ദൈവം മാനിക്കും കേട്ടോ. കർത്താവിന് വേണ്ടി കൊതിയോടെ നിൽക്കുവാൻ ആഗ്രഹമുണ്ടോ പ്രിയരെ? കർത്താവിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഇതിൻ്റെ അകത്ത്? പ്രിയരെ, നിങ്ങളെ മാനിക്കും ദൈവം, നിങ്ങളെ മാനിക്കും. നിങ്ങളിലൂടെ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും പ്രിയരെ. എപ്പോഴും കൊതിയുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടത്. ഭയങ്കര കൊതിയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എരിവുള്ളവരും കൊതിയുള്ളവരും ആരെയും നോക്കരുത്. എന്നാ സഹോദരി ചിലപ്പോൾ നോക്കുക, ഈ 46 കിലോമീറ്ററോളം നടന്ന് ഇന്നത്തെ കാലമല്ല പ്രിയരെ, ഇന്നത്തെ കാലം വണ്ടിയും ബസ്സും ഒന്നും ഉള്ളൊരു കാലഘട്ടമല്ല. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വലിയ ഒരു വർഷത്തോളം ആ സഹോദരി അധ്വാനിച്ചതിൻ്റെ അകത്തുനിന്ന് ഇന്ന് നമുക്ക് ബൈബിൾ 100 രൂപയ്ക്ക് ബൈബിൾ കിട്ടും അല്ലേ, ഏറ്റവും കുറഞ്ഞത്. അത് ഈ വില ഫ്രീ ആയിട്ടും കിട്ടും. എന്നാൽ ആ കാലത്ത് ഒരു വർഷത്തോളം സഹോദരി അധ്വാനിച്ചു വെച്ച പൈസയാണ് ബൈബിള് മേടിക്കാണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടുന്ന ജോലിയിലെ മുഴുവൻ തുകയും മാറ്റിവെച്ചു. ഒരു വർഷം മുഴുവനും അത് മാറ്റിവെച്ച് ബൈബിളിന് മേടിക്കാൻ വേണ്ടിയുള്ള കൊതി കൊണ്ട്. അപ്പം കൊതിയെ ലോകത്തിൽ ദൈവം മാനിച്ചുവെങ്കിൽ നിങ്ങളുടെ കൊതിയെയും ആഗ്രഹത്തെയും ദൈവം മാനിക്കും. ആമേൻ. അപ്പോൾ എനിക്കത് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പറ്റിയില്ല. നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നോ? പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ട്, മീൻസ് വചനം കേൾക്കാൻ പറ്റാഞ്ഞോണ്ട്? ആമേൻ. അതുകൊണ്ട് അല്പനേരം നമുക്കൊന്ന് വചനം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഡെലിവറൻസിലേക്ക് പ്രവേശിക്കാം. അല്പനേരം, ഞാൻ അധികം എടുക്കുന്നില്ല. നാളെ നമുക്ക് സൺഡേയിൽ പ്രാർത്ഥനയുണ്ടല്ലോ. നല്ലൊരു വിഷയം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. അപ്പം പ്രാർത്ഥനയോടെ തന്നെ നാളത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. ആമേൻ. ഇവിടെ വചനം പറയുന്നു. ഇന്ന് ട്രാൻസ്ലേഷൻ ഞാൻ ഇപ്പോഴാണ് പെട്ടെന്ന് വചനം വെച്ചുകൊണ്ട് ട്രാൻസ്ലേഷൻ അവർ പറഞ്ഞില്ല അവരോട്. ഇപ്പോഴാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ഞാൻ ഡെലിവറൻസ് ആയിട്ട് പോകാൻ വേണ്ടിയായിരുന്നെങ്കിലും പെട്ടെന്ന് ഒന്ന് രണ്ട് കുറച്ച് സമയം മാത്രം വചനം പറയാൻ വേണ്ടി. കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനമാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ആ വാക്ക് കൊണ്ടോണേ, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക. അപ്പം നിങ്ങൾ ചിന്തിക്കും, ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഓടി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ ദൈവസന്നിധി? ഇപ്പോൾ അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നലകളിൽ അങ്ങനെ അല്ലായിരുന്നു. പാപനിമിത്തം ബൈബിൾ പറയുന്ന കൊലോസ്യ ലേഖനം വേർപാടിൻ്റെ ഒരു നടുച്ചുവരിനെ പറ്റി പറഞ്ഞൊരു വേർപാടിൻ്റെ നടുച്ചുവർ. അതായത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചുവർ അഥവാ ഒരു മതിൽ. അതാണ് പാപം. പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ കർത്താവ് നീതികെട്ടവരായ നമുക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ആ വാക്കുകൊണ്ട് ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. കൊണ്ട് കർത്താവായ യേശുവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല പ്രിയരെ. കർത്താവിനെ വാഴ്ത്തുവാതിരിക്കുവാൻ കഴിയത്തില്ല പ്രിയരെ. ഇവിടെ വചനം പറയുന്ന വാക്കുകൊണ്ടോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി കർത്താവ് കൊടുത്ത വിലയാണ് മരണശിക്ഷ. വാക്കുകൊണ്ടോ കർത്താവിൻ്റെ മരണശിക്ഷ,
ആ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിനാൽ യേശുക്രിസ്തു ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നിസ്സാര കാര്യമല്ല കേട്ടോ. ഒരു വ്യക്തി സാധാരണ ഞാൻ പറഞ്ഞല്ലോ, സൈലന്റ് അറ്റാക്ക് അല്ല യേശുക്രിസ്തുവിന് ഉണ്ടായത്. ഉറക്കത്തിൽ മരിച്ച എത്രയോ പേരെ നമുക്കറിയാം അല്ലേ? ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മരണം സംഭവിച്ച പലരെയും നമുക്കറിയാം. പക്ഷെ യേശുക്രിസ്തുവിന് അങ്ങനെയല്ല, മൃഗീയമായി ക്രൂരമായി കർത്താവ് മരണപ്പെട്ടു, മരണശിക്ഷ. കാരണം പാപത്തിന്റെ ശക്തി യേശുവിന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അതിക്രൂരമായ ഒരു മരണമാണ് കർത്താവിന്റെ മേൽ സംഭവിച്ചത്. വചനം പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി. ഞാൻ ആലോചിക്കുക, എൻ്റെ പ്രിയരെ, ഇത്രയൊക്കെ മനുഷ്യൻ ചെയ്യുമോ? ലോകത്തിൽ ആരെങ്കിലും ചെയ്യുമോ? അതാണ് നീതിമാന് വേണ്ടി മരിക്കാൻ വേണ്ടി 1000 പേർ. നമുക്ക് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയും സെലിബ്രിറ്റികൾക്ക് വേണ്ടിയൊക്കെ പലരും മരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ശരിയല്ല. എന്നാൽ പോലും അവർ നോക്കുമ്പോൾ, അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴേക്കും അവരുടെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയക്കാരൻ, അവർ സ്നേഹിക്കുന്ന നേതാവിന് വേണ്ടി അവർ മരിക്കുക. എന്നാൽ ഇന്നേ വരെ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയോ, ഇന്നേ വരെ ലോകത്തിന്റെ ആർക്കും വേണ്ടാത്തൊരു പാപിക്ക് വേണ്ടിയോ ആരെങ്കിലും മരിക്കുന്നത് ലോക ചരിത്രത്തിലില്ല. ബൈബിൾ പറയുന്നു, നീതികെട്ടവരായ നമുക്ക് വേണ്ടി നീതിമാനായ കർത്താവ് ക്രൂശിൽ മരിച്ചു. ആമേൻ. എന്തിനാണെന്നറിയോ പ്രിയരെ? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അത് മാത്രമല്ല, കർത്താവ് അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നവൻ ആത്മാവിൽ ചെന്ന്, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം നോക്കിയേ, ദൈവത്തെ ദീർഘക്ഷമയോടെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോടും പ്രസംഗിച്ചു. അതായത് ഉൽപ്പത്തി മുതൽ അന്ന് വരെയുള്ള സകല മനുഷ്യർക്കും യേശുക്രിസ്തു നേരെ എന്ത് ചെയ്തു? പാതാളത്തിൽ ചെന്നു. പാതാളത്തിൽ ചെന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? നോഹയുടെ കാലം മുതൽ മരിച്ചുപോയ സകല മനുഷ്യരോടും എന്ത് ചെയ്തു? ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്കും ചാൻസ് ഉണ്ട്. ഈ നരകത്തിൽ നിന്നും, അബ്രഹാമിന്റെ മടിയെന്നറിയപ്പെടുന്ന പാതാള പർദീസയിൽ നിന്നും ക്രിസ്തുയേശുവിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എങ്ങോട്ടാണെന്നറിയോ? പിതാവിനെ അടുക്കലേക്ക് ചെല്ലുവാൻ. കർത്താവ് അവിടെ പോയി പ്രസംഗിച്ചു. അവിടുത്തെ വാക്യത്തിൽ പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചവർ. അത് സ്നാനത്തിന് മുൻകുറിയാണ്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാൻ വേണ്ടിയല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെ രക്ഷിക്കുന്നു. ആമേൻ. അപ്പം ക്രിസ്തു യേശുവിലുള്ളവരെ, നിങ്ങൾ ദൈവത്തോട് അടുത്തവരാണ്. നിങ്ങൾ അകലുന്നവരല്ല, അടുത്തവരാണ്. ദൈവത്താൽ അടുത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയരെ, നമുക്കിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്നവരെ നിരാശ വേണ്ട കേട്ടോ, പ്രത്യാശ മതി. കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ കൂടെയുണ്ട് കേട്ടോ. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യം, ഞാൻ അടുത്തതല്ല എന്നെ അടുപ്പിച്ചതാ. പറഞ്ഞാട്ടെ, ഞാൻ അടുത്തതല്ല, എൻ്റെ കർത്താവ് എന്നെ അടുപ്പിച്ചതാണെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, ഞാൻ അടുത്തതല്ല, എൻ്റെ കർത്താവ് എന്നെ അടുപ്പിച്ചതാന്ന് പറ. ആ കൃപയാണ് പ്രിയരെ. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒന്നും ഇനി ഒരു മസിലും പിടിക്കണ്ട. എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, അങ്ങനെ സ്നേഹിക്കുന്ന ഒന്നും ചോദിക്കണ്ട. നമ്മളെ അടുപ്പിച്ചു. അതായത് വേർപാടിന്റെ നടുച്ചുവരുള്ളോടത്ത്. അതിന് കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പം മെസ്സേജ് ഞാൻ പറഞ്ഞായിരുന്നു, വലിയൊരു മതിലിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് 2 വ്യക്തികൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആ വലിയ മതിൽ ബ്രേക്ക് ചെയ്യാതെ അവർക്ക് കാണാൻ പറ്റത്തില്ല. ഇതേപോലെ ദൈവത്തിനും മനുഷ്യരുടെ നടുവിൽ ഒരു വേർപാടിന്റെ ചുവരുണ്ടായിരുന്നു. ആ ചുവരിനെ കർത്താവ് ഇടിച്ചു കളഞ്ഞു, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. എൻ്റെ പ്രിയരെ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇത്ര ശക്തിയുള്ള ഒരു കർത്താവ് വേറെയില്ല പ്രിയരെ. ഈ ദൈവത്തെയാണ്, ഈ കർത്താവിനെയാണ് നമ്മൾ യേശുവേ എന്ന് വിളിക്കുന്നത്. എൻ്റെ പ്രിയരെ, അപ്പൊ എന്നാ വിഷയമുണ്ടെങ്കിലും, എന്നാ പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തോട് അടുപ്പിക്കാൻ നിങ്ങളെ സഹായിച്ച ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാനും കർത്താവായ യേശുവിന് കഴിയും പ്രിയരെ. യേശു ക്രിസ്തുവിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ? ഇന്ന് ഈ സമയത്ത് ബലപ്പെട്ടോണേ. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. നന്ദി യേശുവേ, നന്ദി കർത്താവ്. എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസം, നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട,
നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്നുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവിന് എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ആ പാപത്തിന്റെ ശക്തിയെ തകർത്തെങ്കിൽ വേറെ ഒന്നിനും എന്നെ തൊടാൻ കഴിയത്തില്ല, വേറെ ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞ് ഒന്നിനും എന്നെ ഇനി തടയാൻ കഴിയത്തില്ല. പറ, ഒന്നിനും എന്നെ തടയാൻ കഴിയത്തില്ല, ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒന്നിനും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഒന്നിനും എന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേറെ കർത്താവിൻ്റെ വലിയ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പം. അങ്ങ് ജനത്തോട് സംസാരിക്കുന്ന ദൈവമാണല്ലോ അപ്പ. അങ്ങ് ജനത്തോട് ഇടപെടുന്ന കർത്താവാണല്ലോ അപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹോ ബനേല ഹസ്ബനാഹരകൻറ്റേരിയ ശതേമാഹല്ലേരിയാൻ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. അങ്ങ് ജനത്തെ തൊടുന്നല്ലോ, അങ്ങ് ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നല്ലോ അപ്പ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. റമഖനസിയാതിരി. ഏപ്രിൽ മാസം 17-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഏപ്രിൽ മാസം 17-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ ഞാൻ കാണുക. ഞാൻ അവിടെ ഒരു അധികം വണ്ണയില്ലാത്ത ഒരു മനുഷ്യനെ, അതായത് അത്രയും മെലിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ അവിടെ ഒരു മനുഷ്യൻ്റെ ഈ തൊണ്ടയിൽ, ആ തൊണ്ടയുടെ ആ ഒരു നമുക്കിങ്ങനെയൊക്കെ മാറും കാണാൻ പറ്റില്ല, അസ്ഥി ഇങ്ങനെ നിൽക്കുന്നത്, എല്ല് നിൽക്കുന്നത്, ആ ഭാഗത്ത് ആ തൊണ്ടയുടെ ഭാഗങ്ങളിൽ അവിടെ ഒരു സ്പർശനം വെളിപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അത് ആരുടെ ഭവനത്തിലാണോ ഏപ്രിൽ മാസം 17-ാം തീയതി ഒരു ജനനം സംഭവിച്ച വ്യക്തിയുള്ള ഭവനം ഏതാണോ എന്ന് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ. എൻ്റെ യേശുവേ, ഇന്ന് സൂമിലാണോ ലൈവിലാണോ എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാ. യേശുവേ, ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞ് അതിനെ ഒന്ന് ഏറ്റെടുത്തോണേ. കർത്താവ് നിങ്ങളുടെ ഭവനത്തിന് മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇപ്പോൾ തന്നെ വ്യക്തികളുടെ മേലേക്ക് കൃപ വ്യാപരിച്ച് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി. പറഞ്ഞു സിസ്റ്ററെ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് സൂമിലാണ് ഈ ഏപ്രിൽ മാസം 17-ാം തീയതി എന്നുള്ള ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുള്ളെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റുക. ലൈവിലാണ് കാണുന്നതെങ്കിൽ ആ കുടുംബം സ്വീകരിച്ചോണേ. ആ വ്യക്തിയുടെ മേൽ പ്രത്യേകിച്ച് ഈ തൊണ്ടയുടെ ഭാഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവികമായൊരു സ്പർശനം വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പാ. ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത സഹോദരങ്ങളെ, എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്ത്, ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. ആലോചന സൂമിൽ ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റുക. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്ന കർത്താവെ, അങ്ങയുടെ പ്രവർത്തിക്കായി ഞാൻ സ്തുതിക്കുന്നപ്പ. എൻ്റെ യേശുവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങയുടെ കൃപ അവിടെ വ്യാപരിക്കുന്നല്ലപ്പ. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഭവനത്തിൻ്റെ അകത്തൊരു ആൺതലമുറയ്ക്ക് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കാൻ കാണിക്കുക. ആ തലമുറയുടെ പേര് ആരംഭിക്കുന്നത് ടി, അതായത് ടി, ടൈമിൻ്റെ ടി. ടി എന്ന് പറയുന്ന ഒരു അക്ഷരത്തിലാണ് ആ ചെറുപ്പക്കാരൻ്റെ പേരിൻ്റെ ആരംഭം. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് ഇങ്ങനെ അവൻ്റെ തലയ്ക്ക് മീതെ ടി എന്ന് പറയുന്ന അക്ഷരം എടുത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ടിയിലാണ് പേര് ആരംഭിക്കുന്നത്. ടൈമിൻ്റെ ടി ആണ്. ഈ ടിയിലാണ് ഇവൻ്റെ പേര് ആരംഭിക്കുന്നത് ഞാൻ കാണുന്നത്. ഞാൻ ആ ഭവനത്തിൽ തന്നെ, ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ജനുവരി എന്നുള്ളൊരു മാസം ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്,
ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ ജനുവരി മാസം ഇങ്ങനെ ഒരു വ്യക്തിയിലേക്ക് വന്ന് കയറുന്നത് ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ഇന്നത് ഏത് ഭവനത്തിലാണോ ഇപ്പോൾ തന്നെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവനാമ മഹത്വം. സൗകര്യങ്ങളെ ടി വി കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന കൂടരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. രണ്ടും കൂടെ ചെയ്യരുതേ. പറഞ്ഞു. നിങ്ങൾ കോ ഹോസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ എല്ലാവരെയും കൂടെ മ്യൂട്ട് ചെയ്യരുതേ. പറയാൻ വരുന്നവരെയും കൂടെ ശ്രദ്ധിച്ചോണേ. പറഞ്ഞു. പറയാൻ വേണ്ടി വന്നയാൾ പറഞ്ഞു. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഒരു നിമിഷം ഞാനിത് സെറ്റ് ചെയ്തോട്ടെ. നന്ദി കർത്താവ്, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇന്ന് തലമുറയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ദൈവം വെളിപ്പെടുത്തും കേട്ടോ. നന്ദി യേശുവേ. അങ്ങടെ തൊടുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. നന്ദി യേശുവേ. അങ്ങടെ സ്നേഹത്തിനായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ. കർത്താവിൻ്റെ ശക്തിക്കായി സ്തുതിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകുന്ന കർത്താവിൻ്റെ വചനം ഇന്ന് ഇടപെടുന്നല്ലോപ്പാ. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അസാധാരണമായ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി യേശുവിൻ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി പിതാവേ. ഈ കൈയുടെ അവിടെ, ഈ കൈയുടെ ഈ ഒരത്തിൻ്റെ ഭാഗത്തുനിന്നും താഴോട്ട് വേദനയുള്ള സഹോദരങ്ങൾ ഇതിൻ്റെ അവിടെ സൂമിലുണ്ടോ? കൈയുടെ ഒരത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഈ വേദനകളുള്ളത്, വേദനയും മരപ്പും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ, അതുകൂടാതെ അങ്ങനെയുള്ളവരൊന്ന് മ്യൂട്ട് മാറ്റിക്കുക. ആ വേദനയുള്ളവർ കൈയുടെ മരപ്പിൻ്റെ അവിടെ വേദനയുള്ളവർ, കൈയുടെ ഒരത്തിൻ്റെ താഴോട്ട് വേദനയും മരപ്പും ഉള്ള ആളുകൾ. എന്റെ കയ്യിനും അവര് മാത്രം ഒന്ന് മയക്കി. ഓക്കെ, ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. എന്ന് സഹോദരങ്ങളെ, കൈക്ക് വേദന ഉള്ളവരാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അതെ. കൈ അവിടെ എടുത്ത് വെച്ച്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം 6-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുള്ള ഭവനം ഏതാണോ? ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു വ്യക്തി ജനിച്ച ഭവനം, ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു വ്യക്തി ജനിച്ചൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നാ വേദനയുള്ള ഭാഗത്ത് കൈവച്ചോട്ടെ. ആരാണോ ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു വ്യക്തി ജനിച്ച, പറഞ്ഞു. എന്റെ ഗ്രാൻഡ് ഡോട്ടർ ജനിച്ചത് ഏപ്രിൽ 6-ന്. ഏപ്രിൽ 6-ന് ആരാ ജനിച്ച സിസ്റ്ററെ? എന്റെ ഗ്രാൻഡ് ഡോട്ടർ അല്ലേ? യേശുവേ നന്ദി കർത്താവേ. ഇന്നാളത് പറഞ്ഞതായിരുന്നു. അതെ. ഇന്നാൾ ഇടപെട്ടത് അല്ലേ? അതെ. നന്ദി കർത്താവേ. അതിന്റെ ഇയറും പറഞ്ഞായിരുന്നു അമ്മ. 2006. ഇന്നാള് പറഞ്ഞ ഞാൻ പെട്ടെന്ന് ഓർത്തത്. ലോർഡ് ജീസസ് കർത്താവെ, വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി
അങ്ങ് എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി പോകണല്ലോ അപ്പ. ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് അനുഗ്രഹിക്കുന്നപ്പ. നന്മയുണ്ടാകട്ടെ, 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 നന്മയുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചോ നിങ്ങള്? സഹോദരങ്ങളെ കൈവച്ചോ? വെച്ചവരെല്ലാം ഇപ്പൊ ആ വേദനയുള്ള ഭാഗത്ത്, മരപ്പുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ. കർത്താവായ യേശുവെ, അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങയുടെ സൗഖ്യത്തെ അങ്ങ് അയക്കുന്നല്ലോപ്പ, അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് അയക്കുന്നല്ലോപ്പ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവായ യേശുവെ, അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, അങ്ങയുടെ ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വേദന കൊണ്ടിരുന്ന ദുരാത്മ ശക്തികൾ, ആ വേദനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ എല്ലാവിധമാകുന്ന അവകാശവാദങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ അവകാശമാണ്. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതുകൊണ്ട്, കർത്താവിന്റെ മുറിവിനാൽ ഇന്ന് കേട്ടതുപോലെ ഞങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അങ്ങ് വില കൊടുത്തു. ഇപ്പോൾ തന്നെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. Thank you, Jesus Christ. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ ഹീലിംഗ് അനോയിന്റിംഗ് ഇവിടെ മൂവ് ചെയ്യുക. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് ഇപ്പോൾ തന്നെ കരത്തിന്റെ മേലേക്ക് ആ ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ. കൈ അവിടെ വെക്കണേ. ആ വേദനയുള്ള ഭാഗത്തോട്ടൊന്ന് കൈവെക്കണേ. നിങ്ങൾ കരത്തിലൂടെ ദൈവശക്തി അവിടെ പാസ് ചെയ്യും. ഇന്ന് നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ ഒരു അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നപ്പ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്യാവോ? ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്യാവോ? ചെക്ക് ചെയ്തോ? നിങ്ങൾ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇപ്പൊ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ച സഹോദരങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓഡിയോ ക്ലിയറാ? ഓക്കെ. കൈവച്ച് പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പ്രാർത്ഥിച്ചായിരുന്നോ നിങ്ങള്? പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അവിടെ ഒരു മാറ്റമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അവിടെ ഒരു മാറ്റം ഉണ്ടായി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചവര് ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചവർ. കേട്ടില്ല? ഒരു വേറെ ലോകത്താ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇന്ന് കൈ വെച്ചിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന സഹോദരങ്ങൾ മാത്രം. കുറവുണ്ടെന്നാണോ മാറ്റം ഉണ്ടെന്നാണോ? മുട്ടിന്റെ വേദനയ്ക്ക് നല്ലതുപോലെ കുറവുണ്ട്. മാറിയിട്ടില്ല, കുറവുണ്ട്. മാറിയിട്ടില്ല, വേദന നീരും ഉണ്ട്. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്, നീരും ബുദ്ധിമുട്ടും അവിടെ ഉണ്ട്. മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, നല്ലപോലെ വേദനയായിരുന്നു, ഇപ്പൊ മാറ്റമുണ്ട്. സ്ട്രെയിറ്റ് ചെയ്യണേ. ഇതിന് ശരീരത്തിന്റെ അകത്ത് പൂർണ്ണമായ മാറ്റം വന്നവരെന്തി? എനിക്ക് മാറ്റം വന്നു. എനിക്കും കേൾക്കാമോ? പൂർണ്ണമായ മാറ്റം വന്നു.
അതെ, എനിക്ക് കഴുത്തിന്റെ പുറകില് വേദനയായിരുന്നു. തലാണ വെച്ച് കിടക്കാനൊക്കത്തില്ല. വെർട്ടിഗോയുടെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞപ്പോ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല സുഖമുണ്ട്. ഇപ്പം വേദന വേദന അവിടെ ഇല്ല. ഇല്ല. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കി. എത്ര നാള് സിസ്റ്റർ ആ ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടായിരുന്ന? 20 വർഷത്തിലധികം ഉണ്ട് ഓ, ആളുകള്. 20 വർഷമായിട്ടുള്ള വേദനയായിരുന്നു. അതെ അതെ. ഓ, ഇത് വലിയൊരു സാക്ഷ്യമാ സഹോദരി പറഞ്ഞത്. ഞാൻ ഓർത്ത് സാധാരണ വേദനയാന്ന് ഓർത്തത്. 20 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. തലയണ വെച്ച് കിടക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അതെ. നന്ദി യേശുവെ, പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യം തന്നു. ഓ, നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ വൻകൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? കൈയുടെ വേദന ഇച്ചിരി കുറവുണ്ട്. കുറവുണ്ട്, പൂർണ്ണമായിട്ട് മാറിയില്ല. മാറി. വേദന പഴയ വേദന പോലില്ല. ഇപ്പം പരിപൂർണ്ണ സൗഖ്യം തന്നു. നന്ദി കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നവര്, പൂർണ്ണമായിട്ടും മാറാത്ത സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. വീണ്ടും നമ്മൾ ഒന്നുകൂടെ കൽപ്പിക്കാൻ പോകുന്നുണ്ട്. അത് രോഗമല്ല, രോഗശക്തിയുടെ മേൽ ജയമുണ്ട് കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. എൻ്റെ ഉള്ളത്തില് ലീന എന്ന് പറയുന്ന ഒരു തലമുറ, ഇപ്പൊ നമുക്ക് ലീന എന്ന് പറഞ്ഞ സഹോദരി നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഇതങ്ങനെയല്ല. ലീന എന്ന് പറയുന്ന തലമുറ, ഒരു വ്യക്തിയുടെ മകളുടെ പേരാണ് ലീന. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇവിടെ ലീന എന്ന് പറഞ്ഞ സഹോദരി നമുക്കുണ്ട്. അത് കൂടാതെ ലീന എന്ന് പറയുന്ന മോളുള്ള, പക്ഷെ എന്റെ ഉള്ളിൽ പറയുക ഹർഷാണ്. അത് ഇപ്പൊ അടുത്താവുന്ന എനിക്ക് തോന്നുന്നു. കേട്ടില്ല. ലീന എന്ന് പറയുന്ന മകളുള്ള, ലീന എന്ന് പറയുന്ന തലമുറയുള്ള ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ ഒരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവെന്ന് പറയുന്നു. എന്റെ മോള് ലീനയാണ്. മോൾ ലീന മോളാണ്. കുറച്ച് അകൽച്ചയിലാണുള്ളത്. മാനസികമായിട്ട് ഞങ്ങളുമായിട്ട് വരുത്തെല്ലാം കുറവാണ്. ഇന്ന് കർത്താവ് ഇന്ന് ആ മോളെ തൊടാൻ വേണ്ടി പോകട്ടോ. നമുക്ക് ലീന എന്ന് പറഞ്ഞ സഹോദരി പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് എൻ്റെ ഉള്ളത്തിൽ ലീന എന്ന് പറയുന്ന മോള്, അതായത് ഒരു കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയുടെ തലമുറ ലീന എന്നാ പറഞ്ഞത്, അതാണ് എടുത്തു പറഞ്ഞത്. ഇന്ന് കർത്താവ് തൊടാൻ വേണ്ടി പോസ്റ്റർ. ഇന്ന് ഐക്യതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന അവസ്ഥയ്ക്കകത്തുനിന്നും ദൈവികമായിട്ടുള്ള സമാധാനത്തെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ രഞ്ജിനി എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. രഞ്ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു ആൺ തലമുറയെ കാണുക. ഇന്ന് ആ രഞ്ജിനിയുടെ ഭവനത്തിൽ ഒരാൺ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് ആരുടെ ഭവനത്തിലാണോ ഈ രഞ്ജിനിയുമായി ബന്ധപ്പെട്ടത്, ആൺ തലമുറയുമായി ബന്ധപ്പെട്ടത്, ഇന്ന് ആ കുടുംബത്തിൽ ഇന്ന് 2 പേരെയും ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ അത് ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അപ്പൊ അങ്ങയുടെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്നല്ലോ, കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ മഹത്വം ഇന്ന് ആ മകളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. ഇന്ന് ആരാണോ ആ രഞ്ജിനിയുമായിട്ട് ബന്ധപ്പെട്ടത്, ആൺ തലമുറ, ആൺ തലമുറ കേട്ടില്ല സിസ്റ്ററെ? രഞ്ജിനി എന്റെ നെയ്ബറാ. ചെറുക്കൻ ഭർത്താവാ. അല്ല, ആൺ തലമുറയുള്ളതാ സിസ്റ്ററെ. ആ പറഞ്ഞു. ആ, എന്റെ മകളുടെ പേര് മിനി എന്നാണ്. അവള് കല്യാണം കഴിഞ്ഞത്
ഒരു ഹിന്ദുവിനെ. അപ്പൊ അവര് പേര് മാറ്റി രഞ്ജിനിന്നാക്കി. അവൾക്കൊരു മോനുണ്ട്. ഉള്ള പേര് മാറ്റി രഞ്ജിനി എന്നാക്കിയേക്കുന്ന ആ, പേര് മാറ്റി രഞ്ജിനിന്നാക്കി. ബ്രദറെ ലോഡ് എന്റെ മോളുടെ പേര് മിനിയെന്നാണ് വിളിക്കുന്നത്. ഒരു മോനുണ്ട്. സിസ്റ്റർ, ഞാൻ രഞ്ജിനി എന്ന് പറഞ്ഞ ആ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ, ഇപ്പൊ ആ മകളുടെ പേര് മാറ്റിയേക്കുന്നു അല്ലേ? അതെ, പേര് മാറ്റി. അവര് കല്യാണം കഴിയുമ്പോ ഒരു പേര് മാറ്റി രഞ്ജിനിന്നാക്കി. പേര് മാറ്റി രഞ്ജിനി എന്നാക്കിയത് അല്ലേ? ആ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. ഈ രഞ്ജിനിയുമായി ബന്ധപ്പെട്ട് സിസ്റ്റർ ഓഗസ്റ്റ് മാസം എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഓഗസ്റ്റ് മാസവുമായിട്ട്? രഞ്ജിനിയുടെ ആ മകളുമായി ബന്ധപ്പെട്ട് ഈ ആൺതലമുറ ഉള്ളതാണോ ഈ മോക്ക്? അതെ അതെ, ആൺതലമുറയാ. ആൺതലമുറ ഓഗസ്റ്റ് മാസമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഇല്ല. ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള കേട്ടില്ല. ആ, ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള രഞ്ജിനിയാണ്. ആ, പറഞ്ഞു. മമ്മിയുടെ ആണെങ്കിൽ അനിയത്തിയുടെ മോളെ രഞ്ജിനിയാ. അവള് മസ്കറ്റിലാണ്. അവൾക്കൊരു മോനുണ്ട്. മോനുണ്ട്. ഓഗസ്റ്റ് മാസമായിട്ട് ബന്ധം എനിക്കറിയത്തില്ല. പക്ഷെ അവൾക്കൊരു മോനും ഉണ്ട്. അവളുടെ പേര് രഞ്ജിനി എന്നാ. രഞ്ജിനി എന്ന ഓഗസ്റ്റ് മാസമായിട്ട് എന്നെ ബന്ധമെന്ന് ചോദിക്കുക കേട്ടോ. ചോദിക്കാം. നന്ദി കർത്താവേ. എന്റെ ചേച്ചിയുടെ മോന്റെ ഭാര്യ രഞ്ജിനിയാണ്. ഒരു മോനുണ്ട്. ഓഗസ്റ്റില് പെങ്ങളാണ് പെങ്ങളാണ്. എന്നാ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മാസവുമായിട്ടൊരു പ്രത്യേകതയുണ്ട്. ആ മകൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഞാനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് ഒരു വഴിത്തിരിവുണ്ടാകട്ടെ. ചില കുടുംബങ്ങളെ ഇന്ന് രക്ഷിക്കുവാനും അവരെ വെടിവിക്കുവാനും ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുക. ദൈവികമായ അഭിഷേകത്താൽ കർത്താവ് ഇന്ന് പൊതിയുന്നല്ലോ. നന്മയുണ്ടാകട്ടെ. അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ പ്രത്യേകത കർത്താവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നന്ദി യേശു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപയാൽ അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലപ്പ, കൃപയാൽ അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലപ്പ. ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അതിരുകളെയും വിസ്താരമാക്കുന്ന നല്ല കർത്താവേ, ഞങ്ങൾ തകർന്നു പോകുവാനേ അങ്ങ് സമ്മതിക്കത്തില്ല. ഞങ്ങൾ നശിക്കുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കത്തില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ നീതികെട്ടവരായി ഞങ്ങളെ നീതിമാന്മാരാക്കാൻ വേണ്ടി നീതിമാനായ കർത്താവേ, അങ്ങ് ക്രൂശിൽ മരിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ടല്ലോ അപ്പ. ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എൻ്റെ ഉള്ളത്തിൽ എൽദോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ഇന്ന് കർത്താവ് തൊടുന്നതായിട്ട് ഞാൻ കാണും. എൽദോ നാളുകളായിട്ട്, അതായത് ഇച്ചിരി പഴക്കം ചെന്നൊരു വിഷയമാണ്. നീണ്ട ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഇതിപ്പം എൽദോയുടെ മേലിൽ നിന്നും അടുത്ത വ്യക്തിയിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണും. എൽദോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെയാണ് ഞാൻ കാണുന്നത്. എന്റെ ആങ്ങളയുടെ പേര് എൽദോ എന്നാ. സിസ്റ്റർ, ആങ്ങളുടെ പേരാ എൽദോ? അതെ, എന്റെ ആങ്ങളുടെ പേര് എൽദോന്നാ. എൽദോന്ന് രണ്ടുപേരുടെ? എന്റെ ആങ്ങളുടെ പേര് എൽദോ. നിങ്ങളുടെ 3 പേരും എൽദോയ അല്ലേ? ലോർഡ് ജീസസ്. ഈ മിനിയുമായിട്ട് ബന്ധമുള്ള എൽദോയുടെ ഭവനം ഏതാ? മിനിയുമായിട്ട് ബന്ധമുണ്ട്. മിനി എന്ന വ്യക്തിയുമായിട്ട് ആ ഒരു വ്യക്തിയുടെ ഭവനത്തെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. മിനിയുടെ അതുമായി ബന്ധപ്പെട്ട എൽദോയുടെ ഭവനം ഏതാണോ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ ഞങ്ങളുടെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇനി ആലോചനകൾ ഇടപെടുന്ന ഭവനങ്ങൾ മാത്രം, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ജീസസ്. എൽദോയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഞാനിപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പം നന്മയുണ്ടാകട്ടെ. കർത്താവെ ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ എല്ലാ തകർച്ചകളും മാറിപ്പോട്ടെ. അങ്ങയുടെ അത്ഭുത സാക്ഷ്യമായിട്ട് ആ ഭവനം മാറട്ടെ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവേ. നന്ദി കർത്താവേ. നിങ്ങൾ മൈക്ക് എല്ലാവരും പറഞ്ഞു. ഹസ്ബൻഡിന്റെ അനിയനാണ് എൽദോ. പെങ്ങളാണ് മിനി. അതായത് ഹസ്ബൻഡിന്റെ പെങ്ങളാണ് മിനി അല്ലേ?
അതെ, അനിയനാണ് എൽദോ. ഓക്കെ, ഇവര് 3 പേരാ അല്ലേ? അവര് 3 പേരല്ല, 2 ആണും 4 പെണ്ണുമാ. 4 പേരുണ്ട് ഇവർ മൊത്തം. 4 സഹോദരിമാരും 2 സഹോദരങ്ങളും. ഓക്കെ, ഇതിന്റെ അകത്ത് എൽദോയും മിനിനെയും വെളിപ്പെട്ടത് അല്ലേ? ആ ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സിസ്റ്റർ, ഇച്ചിരി പഴക്കം ചെന്നൊരു വിഷയമാണ്. 20 വർഷത്തോളം ഇതിന് പഴക്കമുള്ളൊരു വിഷയം. ഇന്ന് ആ ഭവനത്തിൽ നിന്നും ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അത് പുറത്തു വരാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ പഴക്കം ചെന്ന വിഷയത്തെ ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിന്റെ റിസൾട്ടുകൾ ഭവനത്തിന്റെ അകത്തുണ്ടാകട്ടെ. അതിന്റെ മേൽ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തടസ്സം നീങ്ങി സാക്ഷ്യമായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ വീര്യപ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ ചാണ്ടി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. 3 പെൺതലമുറകൾ അഥവാ 3 തലമുറകൾ ഉള്ള ഒരു ചാണ്ടിയുടെ ഭവനമാണ് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുന്നത്. 3 തലമുറകളുമായി ബന്ധപ്പെട്ട ചാണ്ടി എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. തലമുറകളുടെ മേലേക്കും ചിലതിനെ വിതച്ചിട്ടതിനെ ഇപ്പോൾ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ആ പിതാവിൻ്റെ ഭവനം ഏതാണോ യേശുവേ, ഇന്ന് തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന സകല നെഗറ്റീവുകളെ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നന്മയായി തീരട്ടെ അപ്പ, അത്ഭുതകരമായി തീരട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണല്ലോ അപ്പ ഞങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ലോർഡ് ജീസസ്, ലോർഡ് ജീസസ് പറഞ്ഞു സിസ്റ്ററെ. എന്റെ പപ്പാടെ ചേട്ടനാണ് ചാണ്ടി. അപ്പച്ചൻ മരിച്ചുപോയി. അപ്പച്ചന് 3 പെൺമക്കളുണ്ട്, ഒരാണും ഉണ്ട്. പക്ഷെ ആദ്യത്തെ കെട്ടിലെ ഒരു മോളും 2ാമത്തെ കെട്ടിലെ 2 പെൺപിള്ളേരും ഉണ്ട്. അവര് കല്യാണം കഴിച്ച് വേറെ വേറെയാ. ഓക്കെ, ഈ പിതാവ് ഭൂമിയിലില്ല, മാറ്റപ്പെട്ടു പോയതാണല്ലേ? ഒരു മോനേ ഉള്ളൂ. ആ മോന് ആ വീട് പുതുക്കി മോനെ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തില്ല മോന്. 3 പെൺപിള്ളേരുണ്ട്, അവരാരും വിശ്വാസത്തിലല്ല. ഞാൻ ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ, ആ നാശത്തിന്റെ വിത്തുകളിൽ നിന്ന് അവർ പുറത്തു വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരു വിശ്വാസമില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങളിലൂടെ ആ കുടുംബത്തിൽ, ആ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകട്ടോ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ, ദൈവിക സ്വസ്ഥത അവരിൽ വാഴട്ടെ, നന്മയുണ്ടാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ അപ്പാ പിതാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ തൊടുന്നല്ലോപ്പാ. ഓ എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എന്ന് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ലപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഈ ചിലരുടെ ശരീരത്തിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഈ മസിലുകൾ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന അവസ്ഥ, അതായത് ഇങ്ങനെ എന്താ പറയുന്നത്, അതിങ്ങനെ കല്ലച്ച് കിടക്കുക, സ്റ്റിഫായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ. അത് ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളവരുണ്ട്, ചിലർക്കത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും, ഭയങ്കര പെയിനാണ്. ആ പെയിൻ ചിലപ്പോൾ നീണ്ടു നിൽക്കും. ചിലർക്കത് പെർമനൻ്റ് ആയിട്ട് ആ വേദന ഉള്ളവരുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല അവയവങ്ങൾ, അതായത് കൈകാലുകളുടെ മേലുമൊക്കെ ഈ മസിലുകൾ ഇങ്ങനെ സ്റ്റിഫായി ചില ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അനുഭവം അങ്ങനെയുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഇന്ന് സഹോദരങ്ങളെ ഉണ്ട്.
സഹോദരങ്ങളെ കൈയെടുത്തെന്ന് വെച്ച് അവിടെ ഇന്ന് നമ്മൾ കേട്ടില്ല, എന്റെ കർത്താവ് ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി. മഹത്വം എല്ലാം കർത്താവിനുള്ളതാ പ്രിയരെ, മഹത്വം എല്ലാം ദൈവത്തിനുള്ളതാണ്. അപ്പം നമുക്കൊന്നുമില്ല. ഇന്ന് ബ്രദർ ഇന്നോട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വായായിട്ട്, ഒരു നാവായിട്ട് ദൈവത്തിന്റെ കർത്താവ് നിയോഗിച്ചൊരു വ്യക്തിയായി മാത്രമേ ഉള്ളൂ. മഹത്വം എല്ലാം ദൈവത്തിനുള്ളതാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സമയത്ത് കുറച്ചു മുമ്പേ പ്രാർത്ഥിച്ച് സൗഖ്യമായവരുണ്ട്, സൗഖ്യം പകുതി ലഭിച്ചവരുണ്ട്, പൂർണ്ണമായും മാറാത്തവരുമുണ്ട്. അവരും ഈ കൂട്ടത്തിൽ കൈവച്ചോണേ. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ വേദന ഉള്ളവരും പ്രാർത്ഥിച്ചോണം. ആ സൗഖ്യത്തിനെ ഏറ്റെടുത്തോണേ. സഹോദരങ്ങളെ കൈയെടുത്ത് വെക്കാവോ? ആ വേദനയുള്ള ഭാഗത്ത്, ആ മസില്, ആ പെയിൻ ഉള്ള ഭാഗത്ത്, അതിങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന, പിടിച്ചു കെട്ടി നിൽക്കുന്ന ഭാഗത്ത്, നടക്കാൻ പോലും ചില സമയത്ത് വ്യാകുലപ്പെടുന്ന സഹോദരങ്ങളെ കൈയെടുത്ത് വെച്ച് യേശു നിങ്ങളുടെ രോഗം ക്രൂശിൽ വഹിച്ചതാ കേട്ടോ. കർത്താവ് ഇന്ന് അങ്ങയുടെ കർത്താവിന്റെ മുറിവ്, അവിടുന്ന് ഒഴുകുന്ന രക്തം നമ്മളോട് സംസാരിക്കും. ഞാൻ രോഗി അല്ല കേട്ടോ. ആ രക്തത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒഴുകി വരുന്ന രക്തം എന്നോട് സംസാരിക്കുന്നു. ആബേൽ രക്തത്തെക്കാൾ എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തമാണ്. ആ രക്തം എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും കേട്ടോ. ആ രക്തം സംസാരിക്കുന്നു. ഈ കർത്താവേ, ഇന്ന് ആ മുറിവ്, ആ രക്തം എന്നോട് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോട്ടോ, അതെന്നോട് സംസാരിക്കുകയാണ്. തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കൈയെടുത്ത് വെച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പ രോഗത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തിന്റെ ശക്തിയെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ സ്വാധീനങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ആ വേദന എവിടുന്ന് വന്നോ, ആ രോഗം എവിടുന്ന് വന്നോ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരം യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. പറഞ്ഞേ പ്രിയരെ, എൻ്റെ കൈകാലുകൾ യേശുവിന്റെ കൈകാലുകളാണ്. എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. എൻ്റെ ശരീരം പരിശുദ്ധ ഉറക്കപ്പറ എൻ്റെ ശരീരം പരിശുദ്ധ ആത്മാവിന്റെ വാസസ്ഥലമാണ്. എൻ്റെ ശരീരം യേശുവിന്റെ അവയവമാണ്. എൻ്റെ ശരീരം യേശുവിന്റെ അവയവമാണ്. എൻ്റെ ശരീരം യേശുവിന്റെ അവയവമാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശരീരത്തിന്റെ അവയവമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും. ഓ കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം ആണിപ്പഴുതുള്ള മുറിവുള്ള കരം ഇപ്പോൾ തന്നെ പ്രിയ മകൾക്കുടെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ അവകാശമാണ്. ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിന്നെ പുറത്താക്കുകയാണ്. ആ വേദനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവെ യേശുവിന്റെ നാമത്തിൽ നിന്നെ പുറത്താക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി അവരുടെ മേലേക്ക് വന്ന് വീഴുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് അനോയിന്റിംഗ്, ഹീലിംഗ് പവർ, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ്. കൈവച്ച് ശരീരത്തിന്റെ ഭാഗത്ത് കൈവച്ച് ആന്തരിക അവയവങ്ങളുടെ മേൽ തീ കത്തുക യേശുവിന്റെ നാമത്തിൽ. അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കുന്നു. കർത്താവ്, ഞരമ്പുകൾ, അസ്ഥികൾ, ആന്തരിക അവയവങ്ങൾ ഓരോന്നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുന്നല്ലോ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. സഹോദരങ്ങളെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് ഈ സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങൾ മാത്രം ഒന്ന് ചെക്ക് ചെയ്യാവോ? എന്ന വ്യത്യാസം? പ്രാർത്ഥിച്ച എത്ര പേരുണ്ട് ഇതിന്റെ അകത്ത്? എത്ര പേര് പ്രാർത്ഥിച്ചു? ഇടത്തെ കയ്യിലത്തെ വേദന മാറി, വലത്തെ കയ്യിലത്തെ വേദന മാറിയിട്ടില്ല. കേട്ടില്ല, അതോട് പറഞ്ഞേ. ഇടത്തെ കയ്യിലത്തെ വേദന മാറി, വലത്തെ കയ്യിലത്തെ വേദന മാറിയിട്ടില്ല. ഈ നമുക്ക് കൊറോണ വന്നില്ലേ, കൊറോണ വന്ന ശേഷം വന്ന വേദനയാണ് ഈ മസില് കയ്യിലൊക്കെ. അങ്ങനെ 2 കൈക്കും വേദന ഉണ്ടായിരുന്നു, അതിൽ ഇടത് കൈ സൗഖ്യമായി. അതാണ് പറഞ്ഞത്. സിസ്റ്റർ, വലത് കൈയിലോട്ട് കൈവച്ച് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. ഒരു കൈയുടെ സൗഖ്യം മാത്രം നമുക്ക് പോരാ, 2 കൈയുടെയും വേദന മാറണം. കാര്യം കർത്താവ് വില കൊടുത്തത് 2 കൈക്കും വേണ്ടിയാ. ഒരു കൈക്ക് മാത്രമല്ല, ഒരു കൈ സൗഖ്യമായി മറു കൈ സൗഖ്യമാകാതിരിക്കുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ. കൈവച്ച് പറഞ്ഞേ, സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറ. ആമേൻ, 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 ആമേൻ. ഇതിന്റെ അകത്ത് ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളൊന്ന് ചെക്ക് ചെയ്തായിരുന്നു നിങ്ങള്? 2 കൈയിലെ മാറി.
രണ്ട് കൈയിലത്തെ മാറി. നല്ല കല്ലപ്പായിരുന്നു, വേദനയായിരുന്നു, തൊടുമ്പൊക്കെ നല്ല വേദനയായിരുന്നു. ഇപ്പൊ ഇല്ല. ഇല്ല, വേദന മാറിപ്പോയി. നന്ദി യേശുവെ, അങ്ങ് സൗഖ്യമാക്കിയവർക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ പ്രിയരെ, സൗഖ്യം നമ്മുടെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത് പ്രിയരെ. അവകാശങ്ങളെ പിടിച്ചെടുക്കുക. കർത്താവെ, നമുക്കറിയാം നമ്മൾ കരയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല, പക്ഷെ പറയുന്നത് കൊണ്ട് ഗുണമുണ്ട്. പറയുമ്പോൾ നാവെന്ന വാളുകൊണ്ട്, ആയുധം കൊണ്ട് നമ്മൾ വെട്ടുക. നന്ദി കർത്താവെ. മാമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു വിടുതൽ പ്രാപിച്ചു എന്ന് പറയുന്ന സഹോദരങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത സഹോദരങ്ങളെ, കൈയും കാലും ഒക്കെ തിരിച്ചു മറിച്ചു ഒന്ന് ചെക്ക് ചെയ്ത്, എന്നാ അവിടെ വ്യത്യാസം, എന്നാ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, നന്ദി യേശുവേ. ഒന്ന് ചെക്ക് ചെയ്ത്. ഇപ്പൊ പ്രാർത്ഥിച്ച സഹോദരങ്ങളെല്ലാം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക, അപ്പൊ അറിയാൻ പറ്റും. അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക, അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. പ്രാർത്ഥിച്ചവര് എന്തുവാ നിങ്ങൾക്കുണ്ടായ വ്യത്യാസം? എനിക്ക് പറഞ്ഞു. എനിക്ക് ഈ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഓർക്കാപ്പുറത്ത് കാലൊന്ന് നിവർത്തോ ചുരുക്കോ ചെയ്ത് അപ്പം മസില് കയറും. ഇപ്പൊ ഞാനങ്ങനെ സെറ്റിയിൽ ഇരിക്കുക. ഞാൻ നടന്നു നോക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിടന്ന് കഴിയുമ്പോഴാണ് സംഭവം ഇങ്ങനെ മസിൽ കയറി വരുന്നത്. ഇനി അങ്ങനെ വരത്തില്ല കേട്ടോ. ഇനി അങ്ങനെ വരത്തില്ലെന്ന് ഞാൻ ആമേൻ. ഇനി അങ്ങനെ വരത്തില്ല. കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, എന്റെ കൈക്ക് നല്ല വേദനയായിരുന്നു. ഫസ്റ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൊട്ട് നോക്കുമ്പോൾ വേദനയുണ്ട്. ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോ സന്ധി വേദന ഇല്ല, കൈയുടെ വേദന മാറി. അതായത് ആദ്യം പ്രാർത്ഥിച്ചപ്പോ വേദന ഉണ്ടായിരുന്നു, അത് മാറിയില്ലായിരുന്നു. രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ അത് പൂർണ്ണ സൗഖ്യമായി അല്ലേ? സൗഖ്യമായി. ആമേൻ. നന്ദി. എത്ര നാള് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരുന്നു? സന്ധിവാദം കുറച്ചു കാലമായി. എന്നാൽ എത്ര നാളായിട്ടുണ്ടായിരിക്കും? പണ്ട് 10-24 വർഷം മുന്നേ സന്ധിവാദത്തിന് മെഡിസിൻ കഴിച്ചതാ. നിങ്ങൾ കേട്ടെ, സ്വയം അങ്ങ് നിർത്തി. നിങ്ങൾ കേട്ടെ, 10-20 വർഷം മുമ്പ് സന്ധിവാതത്തിന്റെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ മരുന്ന് കഴിക്കുന്നുമില്ലായിരുന്നു, പക്ഷെ വേദന അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പം വേദന മാറിയില്ല, പക്ഷെ ഇപ്പൊ നോക്കിയപ്പം ഒട്ടും വേദനയില്ല അല്ലേ സിസ്റ്ററെ? ഇപ്പം വേദനയില്ല. എന്റെ കർത്താവ്, ഇത് വലിയ അത്ഭുതമാണ്. 20 വർഷം പഴക്കമുള്ള സന്ധിവാതത്തിന്റെ വേദനയായിരുന്നു. കർത്താവ് അത് സൗഖ്യമാക്കിയത്. യേശു അത്ഭുത മന്ത്രിയാ കേട്ടോ. കർത്താവിന്റെ അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സഹോദരങ്ങളെ. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു വെള്ള പാടവും പോലെ പതയം ഉണ്ടായിരുന്നു. ഞാൻ തൊട്ടൊക്കെ പ്രാർത്ഥിച്ച് എനിക്ക് പരിപൂർണ്ണ വെള്ളം ബ്രദർ പറയുന്നതിനിടയ്ക്ക് യൂറിൻ പാസ് ചെയ്ത് നോക്കിയപ്പോ ഒരു പാടയും ഇല്ല, ഒരു പതയും ഇല്ല. എത്ര നാള് സിസ്റ്റർ അങ്ങനെ വരുന്നുണ്ടായിരുന്നു? ഇപ്പം ഒരു 2 ആഴ്ചയായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ. എന്റെ യേശു, അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവനീർ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷ്യമില്ല. വേദന മാറിയിട്ടില്ല? ഇല്ല. വേദന മാറാത്തവര് ശ്രദ്ധിച്ചോണം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായവരുമുണ്ട്, സൗഖ്യമാകാത്തവരുമുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ ഈ രോഗം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരു കൊണ്ടുവരണം. എൻ്റെ രോഗം ഞാൻ അനുഭവിക്കേണ്ടതല്ല, എൻ്റെ രോഗത്തിന് വേണ്ടി യേശു അനുഭവിച്ചു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നിങ്ങളിന്ന് കൊണ്ടു നടക്കുന്ന രോഗമുണ്ടല്ലോ, ബൈബിൾ പറയുന്നു സാക്ഷാൽ കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചപ്പോൾ നിങ്ങൾ പ്രാണൻ പോകുന്ന വേദനയില്ലേ, ഈ വേദനയാണ് യേശു ക്രൂശിൽ വഹിച്ചത്. ഇപ്പോ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങണം. എന്നാന്നറിയാവോ? നിങ്ങൾ പറയണം, ഞാൻ എന്തിനാണ് ഈ വേദന ചുമക്കുന്നത്? യേശു ചുമന്നതാണ്. യേശു ചുമന്നത് എനിക്ക് വേണ്ട, കർത്താവ് വഹിച്ചത് എനിക്ക് വേണ്ട. നിങ്ങളോട് തന്നെ നിങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങുമ്പം രോഗത്തിന് മനസ്സിലാകും ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. കാര്യം നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിപ്പോയി, യേശു എൻ്റെ രോഗത്തെ വഹിച്ചെന്ന്. ആമേൻ. നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ ശരീരത്തിന്റെ അകത്തൊരു വ്യത്യാസം ഉള്ളവര്?
ഇല്ല. എൻ്റെ ഉള്ളത്തിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 2 ആൺ തലമുറകളെ എൻ്റെ ഉള്ളത്തിൽ പ്രാർത്ഥിക്കാൻ നിയോഗം തരും. ഫിലിപ്പിന്റെ 2 ആൺ തലമുറകളെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് ആരാണോ ഫിലിപ്പുമായി ബന്ധപ്പെട്ട 2 ആൺ തലമുറകളുള്ള ഫിലിപ്പിന്റെ ഭവനം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ഭവനങ്ങളുടെ മേൽ, ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. എൻ്റെ യേശുവേ, മക്കളാ, മകന്റെ പിള്ളേര്, ചിറ്റപ്പന്റെ മകനാണ് ഫിലിപ്പ്. അവന് ഫിലിപ്പിൻ 2 ആൺകുഞ്ഞുങ്ങളാ. 2 ആൺ തലമുറകളാ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ സിസ്റ്റർ ഒന്ന് അന്വേഷിക്കണേ, ജനുവരി മാസത്തിലുമായിട്ട് എന്നാ ബന്ധമുള്ളെന്ന് ചോദിക്കണം. ചോദിക്ക് എന്നാ ബന്ധം എന്ന് ചോദിച്ചിട്ട് പറയണം നാളെ, കേട്ടോ? തിങ്കളാഴ്ച, നാളെ നമുക്ക് സൺഡേ മീറ്റിംഗ് ഉണ്ട്. നന്ദി കർത്താവെ, നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഒരു ഭവനത്തിൽ അതായത് ഒരു റൗണ്ട് ഷേപ്പിലെ നമ്മുടെ ഈ മോതിരം ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിലെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അടപ്പുണ്ടല്ലോ. അതായത് അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വട്ടത്തിലിരിക്കുക. അതായത് നമുക്കറിയാം, ഈ മോതിരമൊക്കെ വെക്കാൻ പറ്റുന്ന അതിനു വേണ്ടി മാത്രം പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ബോക്സുകളുണ്ടല്ലോ. പക്ഷെ ഇത് റൗണ്ട് ഷേപ്പിലെ ഒരു ബോക്സ് ആണ്. അപ്പം ഇതിങ്ങനെ മോതിരം ചുമ്മാ ഇട്ടേക്കുമല്ല. നമ്മൾ സാധാരണ നമുക്കറിയാൻ പറ്റില്ല, മോതിരം മാത്രം അതിലിങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് ഉള്ള ചില ബോക്സ് ഉണ്ടല്ലോ. അതായത് മോതിരം ചുമ്മാ ഇടുവല്ല, ആ മോതിരം ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി തന്നെ അതിനുവേണ്ടി തന്നെ പ്രത്യേകം വെച്ചിരിക്കുന്ന ഒരു ബോക്സ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ മോതിരം ഫിക്സ് ആക്കി വെച്ചിരിക്കുക. അത് പക്ഷെ അലമാരിക്കകത്തല്ല വെച്ചിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിന്റെ വെളിയിൽ, ആ ബെഡ്റൂമിൽ തന്നെ അവിടെ ഒരു സ്ഥലത്ത് ഈ ബോക്സ് അവിടെ ഇരിക്കുവാണ്. അത് അലമാരിക്കകത്ത് വെച്ചിട്ടില്ല, സേഫ് ആയിട്ടല്ല വെച്ചേക്കുന്നത്, പക്ഷെ അത് പുറത്തെടുത്ത് വെച്ചിരിക്കുക. ഈ ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. ആ ബോക്സിന്റെ അകത്ത് ഈ മോതിരം ഇടയ്ക്ക് അവിടെ വെക്കും. പക്ഷെ ഇപ്പം അതിൻ്റെ അകത്ത് മോതിരം ഇരിപ്പുണ്ട്. അതായത് അലമാരിക്കകത്തല്ല, എടുത്ത് പറയുകയാണ് മോതിരം ഇരിക്കുന്നത്. ബെഡ്റൂമിന്റെ അകത്ത് തന്നെയാണ്, പക്ഷെ പുറത്തൊരു സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനമാണ്. ഇതൊരു അടയാളമായിട്ടാണ് കാണിക്കുന്നത്. ആ മോതിരത്തിന്റെ ഉടമ ആരാണോ ആ വ്യക്തിയെ ഇന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. അത് ആരുടെ ഭവനത്തിലാണോ ഇരിക്കുന്നത്, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ കൃപ, ആരാണോ അതിന്റെ ഉടമസ്ഥൻ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാം. ലൈവിലാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ആ വ്യക്തിയുടെ മേൽ കർത്താവെ അങ്ങയുടെ പ്രവൃത്തിയെ അങ്ങ് അയക്കുന്നല്ലോ അപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പൊ ആ വ്യക്തിയെ കർത്താവ് ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നപ്പ. ഒരു ഡെലിവറൻസിനെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ദുഷ്ടന്റെ ആശ സഹോദരങ്ങളെ, ഈ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടി വല്ലതാണോ, അതോ വെറുതെ നിങ്ങൾ ഓണാക്കി വെച്ചേക്കുവാണോ? വെറുതെ ഓണാക്കി വെച്ചതാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവരെല്ലാം ഒന്ന് മൈക്ക് ചെയ്തിട്ട്. ഈ ആലോചന സൂമിലുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക, അല്ലാത്ത പക്ഷം നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. നന്ദി യേശുവേ, നന്ദി കർത്താവ്. ഈ മോതിരം ഇരിക്കുന്ന ഭവനം എവിടെയാണോ അതിന്റെ ഉടമസ്ഥൻ ആരാണോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അത് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, ലൈവിലാണെങ്കിൽ ആ വ്യക്തി ഏറ്റെടുത്തോണെ. നിങ്ങളുടെ മേലൊരു വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ബ്രദറെ എന്റെ അടുത്താണ് ബ്രദറെ അതുള്ളത്. സിസ്റ്ററുടെ ഭവനത്തിലായിരിക്കുന്നത്. അതെ, അത് പുറത്തെടുത്ത് വെച്ചേക്കുവാ. അതെ അതെ, പുറത്താണ്. അതൊരു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാ. കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. അത് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും? ഇതുവരെ കൊടുത്തില്ല. ഒരു 5-6 മാസമായി വാങ്ങിയിട്ട്. അപ്പോഴും ഒരു പ്രാവശ്യം പോയപ്പോ കൊടുക്കാൻ പറ്റിയില്ല അവിടെ. ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റുന്നു. അതെ അതെ. ലോർഡ് ജീസസ്, ഇന്നത് യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ.
ഇതൊരു ആ അടയാളത്തോടു അതെ കൂടെ നമുക്കൊരു നിയോഗം തരുവാണ്. അതിന്റെ ഉടമസ്ഥൻ ഇപ്പം മുതൽ സിസ്റ്റർ അല്ല, കൊച്ചിന് കൊടുക്കാൻ വെച്ചേക്കുന്നത് അല്ലേ? ആ അതെ കൊച്ച അതെ ഒരു കുഞ്ഞിന് ആ ഒരു കുഞ്ഞിനെ വയസ്സ് കഴിഞ്ഞ്. ആ ഒരു വയസ്സ് ആ കുഞ്ഞിനെ ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവേ, അങ്ങയുടെ ആമേൻ. ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ, ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരാതെ എന്റെ ദൈവമേ അങ്ങ് സൂക്ഷിക്കുന്നല്ലോ, അങ്ങ് പരിപാലിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിന്റെ ആമേൻ. കൃപ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ആമേൻ. ബ്ലസ് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ നമുക്കറിയാം, മോതിരം ഒന്നും ആരും എന്ത് ചെയ്യത്തില്ല, പുറത്തെടുത്ത് വെക്കാറില്ല. പ്രത്യേകിച്ച് പുറത്തെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ഊരി വെച്ചാൽ നമ്മൾ പുറത്തോട്ട് ടോയ്ലറ്റും എല്ലാം പോകാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് ആ ബോക്സിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കാണുന്നത്. ഞാൻ എടുത്തു പറഞ്ഞ അതുകൊണ്ടാണ്, അലമാരിക്കകത്തല്ല ഇത് വെളിയിലായിരിക്കുന്നത്. അതിന്റെ ഉടമസ്ഥൻ അത് കൊടുത്തിട്ടില്ല ഇതുവരെയായിട്ടും, പക്ഷെ അതിനൊരു ഉടമസ്ഥൻ ഉണ്ടല്ലേ. ആ കുഞ്ഞിന് വേണ്ടി തന്നെ 6-7 മാസമായിട്ട് മേടിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് പ്രാർത്ഥിച്ചോണെ. ദുഷ്ടൻ ആ കുഞ്ഞിനെ അപഹരിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു മേഖല, അതിന്റെ ഉടമസ്ഥൻ ഇപ്പൊ അതിന്റെ ഉടമസ്ഥൻ ആ കുഞ്ഞാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ദുഷ്ടന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു കളയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. ഓ ഹല്ലേലൂയ. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു സിസ്റ്റർ. ഫിലിപ്പിന്റെ മൂത്ത പെങ്ങളാണ് ജാനുവരിയിലുള്ളത്. ആ 2 തലമുറയുള്ള പറഞ്ഞതാണോ സിസ്റ്റർ? അതെ അതെ അതെ, അവന്റെ മൂത്ത പെങ്ങളാണ് ഉള്ള അല്ലേ? പെങ്ങളാണ് ജനുവരിയിലുള്ളത്. ഓ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ഭവനങ്ങളുടെ മേൽ ഇന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ നിയോഗം തന്നിരിക്കുക കേട്ടോ. അവരെ ഇന്ന് അനേക ആപത്ത് അനർത്ഥങ്ങളുടെ വാർത്തയ്ക്കകത്തുനിന്നും ദൈവം പുറത്തെടുക്കാൻ വേണ്ടി പോവാ. നിങ്ങളുടെ പ്രാർത്ഥന ഭവനത്തിന് ഒരു അനുഗ്രഹമായി തീരും കേട്ടോ. നമുക്കൊരു ആപത്ത് വന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അയ്യോ കർത്താവെ നേരത്തെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയല്ല ദൈവം നമുക്ക് മുന്നമേ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. ആ ഭവനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ വേണ്ടിയാണ്, അവരെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ വേണ്ടിയാണ്, അവരെ കർത്താവിന്റെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. യേശുവേ, ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നപ്പ, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നപ്പ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയരെ. എൻ്റെ യേശുവേ. പറഞ്ഞു സഹോദരൻ. ടി എന്ന അക്ഷരം പറഞ്ഞത് എന്റെ കൊച്ചുമോനാണ്. കൊച്ചുമോനും ഉണ്ട്, മോനും ഉണ്ട്. ഈ ടി എന്നുള്ള അക്ഷരമാണ്. പേരെന്നാ സിസ്റ്റർ? ടിം. ടിം. TIM. ടിം അല്ലേ? ടിം. എന്റെ മനസ്സിൽ തോമസ് ഉണ്ട്, ടോം ഉണ്ട്. അല്ലേ? ജനുവരിയിൽ അവന്റെ ടിമ്മിന്റെ അമ്മയാ. ടിമ്മിന്റെ അമ്മയാണ് ജനുവരി ജനിച്ചത് അല്ലേ? അതെ അതെ. തോമസ് ഭർത്താവാ, ടിമ്മിന്റെ ഫാദറാ. ഓക്കെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ കൃപ എന്ന് വ്യാപരിക്കുന്നില്ലപ്പ, അങ്ങയുടെ അത്ഭുതത്തെ അങ്ങ് ചെയ്യുന്നില്ലപ്പ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു പ്രിയരെ. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നബുഷലമന ഹസ്തീരിയാന്തരി റമന ഹസ്തന റാസ്വെറ്റലാംസിയാഠരികമഷധറ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് രോഗമുള്ളവരെല്ലാം സിസ്റ്ററെ, നമ്മുടെ ഇപ്പം അക്കൗണ്ട് നമ്പർ സിസ്റ്റർ ഇത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ ഓഗസ്റ്റ് മാസം 29 തീയതി നമ്മുടെ പ്രാർത്ഥന എവിടെയാ? പ്രയർ സ്റ്റേഷൻ. ഓർമ്മയുണ്ടോ? നിങ്ങൾ മറന്നുപോയോ? പത്തനംതിട്ടയിൽ വരാൻ റെഡി ആയോ എല്ലാരും? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. പത്തനംതിട്ടയ്ക്ക് വേണ്ടി നമ്മൾ വെറുതെ കൂടി വന്ന് പ്രാർത്ഥിച്ചു പോകാൻ വേണ്ടിയല്ല, ആ ദേശത്തിന്റെ മേൽ വിത്തെറിയാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥനയുടെ വചനത്തിന്റെ ദൈവപ്രവൃത്തിയുടെ വിത്തെറിയാൻ വേണ്ടി പോവാണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ദേശത്ത് അനേക ആളുകൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഈ പ്രാർത്ഥന മുഖാന്തരമാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളൊരു വിടുതൽ മീറ്റിങ്ങിന് വരുന്നവരായി മാത്രം വരാതെ
നിങ്ങൾ അനേകർക്ക് വിടുതൽ കൊടുക്കുന്നവരായി ദൈവം മാറ്റാൻ വേണ്ടി പോവാ. രണ്ട് കാര്യമാണ്. ഒന്ന്, നിങ്ങൾക്കൊരു വിടുതൽ. രണ്ട്, നിങ്ങൾ അനേകർക്ക് വിടുതൽ കൊടുക്കുന്നവരാക്കി ദൈവം നിങ്ങളെ മാറ്റും. 29-ാം തീയതി ഓഗസ്റ്റ് മാസം വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അവിടെ കാണാൻ പറ്റും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യും കേട്ടോ. കർത്താവിന്റെ വലിയ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവിന്റെ വലിയ വീര്യപ്രവർത്തികൾ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. ദൈവം അത്ഭുത മന്ത്രി ആയതുകൊണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ദൈവകൃപയാൽ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് വിശ്വാസത്തോടെ ദൈവം തന്നിട്ടുണ്ട് അല്ലേ. അതിലൂടെ കർത്താവിന്റെ നാമത്തിൽ വരിക. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. അതിന്റെ പോസ്റ്റർ നിങ്ങൾക്ക് ഇപ്പം ലൈവായിട്ട് ഇപ്പം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും അത് കൂടാതെ നമുക്ക് സെപ്റ്റംബർ 5-ാം തീയതി എവിടെയാ പ്രാർത്ഥന എന്ന് ഓർമ്മയുണ്ടോ? സെപ്റ്റംബർ 5 ഈസ്റ്റ് ഹാമിൽ സെപ്റ്റംബർ 5-ാം തീയതി നമ്മുടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് ലണ്ടനിൽ. അപ്പൊ അവിടെ അതിന്റെ ഭാഗത്തുള്ളവർ എത്തിച്ചേരാൻ കഴിയുന്നവരെല്ലാം അവിടെ വരിക. കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികളെ കാണാനും കേൾക്കാനും ദൈവം അവിടെ ഇടയാക്കി തീരും. അപ്പം പത്തനംതിട്ടയിൽ പ്രയർ സ്റ്റേഷനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഈ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ് പ്രിയരെ. നമ്മൾ തകർന്നു പോകത്തില്ല കേട്ടോ. നമ്മൾ നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഉറപ്പായിട്ടും ദൈവം സമ്മതിക്കത്തില്ല. എല്ലാവർക്കും ആ പോസ്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കമന്റ് ബോക്സിൽ മെസ്സേജ് നോക്കിക്കേ. മെസ്സേജിൽ സൂമിന്റെ മെസ്സേജിൽ കണ്ട ഒരു പോസ്റ്റർ, അത് നിങ്ങൾ ആ 3 ഡോട്ടിൽ ഞെക്കിക്ക്. 3 ഡോട്ടിൽ ഞെക്കുവോ അല്ലെങ്കിൽ അവിടെ ഒരു ആരോ ചിഹ്നം ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യാവോ? ഓക്കെ, അത് സേവ് ചെയ്യുക. അറിയാവുന്നവർക്കെല്ലാം നിങ്ങൾ അയച്ചു കൊടുക്കുക. അനേകർക്ക് സൗഖ്യമാകുവാനും അനേകരുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുവാനും കർത്താവിൽ അത് ഇടയായിത്തീരും. നിങ്ങൾ ശ്രദ്ധിച്ച് ഞാനിത് പറയുന്നതിന്റെ കാരണം, ഒരു വ്യക്തിക്ക് നിങ്ങൾ മുഖാന്തരം ഒരു വിടുതൽ, ഒരു സൗഖ്യം കർത്താവിന്റെ നാമത്തിൽ, ഞാൻ ആലോചിക്കുക, നമ്മൾ ആ യൂട്യൂബിലെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പം കൃപയാൽ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിൻ്റെ ചിലരുടെ ജീവിതത്തിൽ ആലോചനകളാലും സൗഖ്യങ്ങളാലും ദൈവം എന്ന് പറയുക ഒരു മുഖാന്തരമാണ് പ്രിയരെ. നമ്മുടെ ഒരു പ്രാർത്ഥന അനേകർക്ക് ക്രിസ്തുയേശുവിൻ്റെയൊക്കെയുള്ള ഒരു വാതിലും സൗഖ്യമാണ്. നിങ്ങൾക്ക് അവിടെ പോസ്റ്റർ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ പോസ്റ്റർ? നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് സ്ക്രീൻ കാണാൻ പറ്റും. ഓഗസ്റ്റ് 29-ാം തീയതി നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അത്ഭുതകരമായ രോഗസൗഖ്യം കർത്താവ് രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് കർത്താവ് ചെയ്യും. ബ്രദർ അല്ല ചെയ്യുന്നത്, യേശു അത്ഭുതം ചെയ്യുന്നു. കർത്താവിന്റെ പ്രവൃത്തി അവിടെ കാണാനും കേൾക്കാനും ഇടയായിത്തീരും. അനേകർക്ക് അത് അയച്ചു കൊടുക്കുക. പ്രയർ സ്റ്റേഷനാണ്, ഞാൻ നേരിട്ട് വരുന്നില്ല കേട്ടോ, സ്ക്രീനിലാണ്, ലൈവിലാണ് വരുന്നത്. എല്ലാ പ്രയർ സ്റ്റേഷനിലും പോലെ തന്നെ വരുന്നു. അത് ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ദൈവം ഇടയാക്കും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് രോഗികളായിട്ടുള്ളവർ എന്തോ ബ്രദർ ഇപ്പം ഫിലിപ്പിന്റെ കാര്യം പറഞ്ഞു, 2 തലമുറയുള്ള ഒരു ഫിലിപ്പ്, അതില് 2 തലമുറയുള്ളവരുടെ കൊച്ചുമകനാണ് ജനുവരിയിലുള്ളത്. ഏറ്റെടുത്തു. കർത്താവ് എന്ന ഭവനത്തിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു ബ്രദർ. God bless you. അവിടുത്തെ ഇളയ മകന് വളരെ മോശമായ സ്വഭാവമായിട്ട് വലിയ പ്രയാസത്തിലായിരിക്കുക. എന്ന് പ്രാർത്ഥിച്ചു സിസ്റ്റർ. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ആ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തിയെ ഉളവാക്കാൻ ദൈവം ഇടയാക്കും കേട്ടോ. ഒരു നിമിഷം ഒരു നിമിഷം ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് രോഗത്താലും വേദനയാലും ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, ആ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചാട്ടെ. ഇന്ന് തുടർച്ചയായിട്ട് നമുക്ക് അന്യഭാഷയിൽ നിങ്ങളുടെ ദൈവം തന്ന എരിവിനായി സ്തുതിക്കുന്നു. ഇന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃപയാൽ അത് അന്യഭാഷയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് 6 മണിയോളം വരെ അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തന്നു. കർത്താവിന്റെ നാമത്തെ ദൈവം തന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്ന എരിവ് കെടുത്തിക്കളയല്ലേ, ഇതിനെ ജ്വലിപ്പിക്കണം. അനേക ഇടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സഹോദരിയുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടായ ഒരു എരിവ് ഇന്ന് ലോകമെമ്പാടും നമുക്ക് എല്ലാവർക്കും ബൈബിള് നമ്മുടെ എത്തിക്കുവാൻ ക്രിസ്തു ദൈവം അത് മുഖാന്തിരവാക്കിയെങ്കിൽ നിങ്ങളുടെ എരിവും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ കൊതിയും അനേകർക്ക് ക്രിസ്തുവിലേക്ക് വരുവാൻ ഒരു മുഖാന്തിരമാകും പ്രിയരെ. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൽ ഒരു ചരിത്രമായി മാറും.
ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കാര്യം എടുത്ത് വെച്ചാട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ്, ഇന്ന് വേദനയുള്ളവർ, രോഗമുള്ളവർ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, മാനസികമായും ശാരീരികമായിട്ടും അസ്വസ്ഥതയുള്ള തലമുറകളുള്ളവരെ ഇന്ന് നിങ്ങൾ വിട്ടുകൊടുക്കരുത് എൻ്റെ പ്രിയരെ. നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല പ്രിയരെ. കർത്താവിൽ നമുക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാൽവരി ക്രൂശ് നോക്കുക. കർത്താവ് ഇതെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയാന്ന് പറഞ്ഞോണം എപ്പോഴും. ഞാനിതൊന്നും, ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി ഞാൻ അനുഭവിക്കത്തില്ല, ഞാൻ അതിനെ മുഴുവൻ തട്ടിത്തെറിപ്പിക്കും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇതെല്ലാം വഹിച്ചതാ. എപ്പോഴും പറയണം, ഞാൻ രോഗം അനുഭവിക്കാനല്ല എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി രോഗിയായത്. ഞാൻ ഈ ജീവിതകാലം മുഴുവൻ മരുന്നും കഴിച്ച് കാണുന്ന ഹോസ്പിറ്റലെല്ലാം കയറി രോഗക്കിടക്കയിൽ കിടന്ന് എന്താ പറയുന്നത്, ലോകപ്രകാരം രോഗിയെ പോലെ ജീവിക്കാനല്ല ബൈബിൾ പറയുന്നു. യേശുക്രിസ്തു രോഗം ശീലിച്ചവനായിരുന്നു. കണ്ടോ? അതായത് രോഗമുള്ള വ്യക്തി ഇരിക്കുന്ന അവസ്ഥയിലേക്ക് യേശു പോയി. എങ്ങനെയാ? ആ ചാട്ടവാർ അടി കൊണ്ടപ്പോൾ, മാറി മാറി അവർ ഉപദ്രവിച്ചപ്പോൾ, സാധാരണ മനുഷ്യൻ നടക്കുന്നത് പോലെ തമ്പുരാൻ നടക്കാൻ പറ്റിയില്ല. കാരണം എന്നാണെന്നറിയാവോ? മർദ്ദന നിമിത്തം ശരീരത്തിൻ്റെ അകത്തുണ്ടായ മുറിവുകൾ, വേദനകൾ ഒരു രോഗം ശീലിച്ചവനെ പോലെ യേശുവിനെ ആക്കി. എന്തിനാണെന്നറിയോ പ്രിയരെ? നിങ്ങൾ രോഗിയായി കിടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ രോഗം നിങ്ങളെ ജയിക്കത്തില്ല, രോഗം നിങ്ങളെ കൊല്ലത്തില്ല. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ. കാൽവരി ക്രൂശിൽ അത് തകർത്തു കളഞ്ഞിരിക്കുന്നു. എല്ലാ രോഗികളും കരമെടുത്ത് വെച്ച് സ്വന്തം ബോഡിയിലോട്ട് ആ കൈയെടുത്ത് വെച്ച് ശരീരത്തിന് മേൽ കൈ വെച്ചിട്ട് പറ, ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു തേയ്മാനത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു ഡയബറ്റിക്കിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു ക്യാൻസറിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു പ്രഷറിനോ, ഒരു കിഡ്നി ഫെയിലിയറിനോ, ഒരു വേദനയ്ക്കോ, എൻ്റെ രക്തത്തിലായിക്കോട്ടെ, എൻ്റെ ആസ്തിക്കകത്തായിക്കോട്ടെ, നിങ്ങളുടെ ആന്തരിക അവയവത്തിൻ്റെ മേലായിക്കോട്ടെ, പുതിയ അവയവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞോട്ടെ. പുതിയത് 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 യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതകരമായ സൗഖ്യം. കൈവച്ച് ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാവുക. പുതിയത് യേശുവിൻ്റെ നാമത്തിൽ. വേദനകളുടെ മേലേക്ക് ഒരു തീ ഇറങ്ങുക പ്രിയരെ. ആ രോഗത്തിന് അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. നമ്മളൊരു തീയെ തൊടുമ്പോൾ എങ്ങനെ പൊള്ളുന്നു, ആ പൈശാചിക ശക്തിക്ക് ഇപ്പൊ പൊള്ളാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ തീ കത്തുകയാ, അഭിഷേകത്തിന്റെ തീ കത്തുകയാ, ആത്മാവിന്റെ തീ കത്തുകയാ. യേശുവിൻ്റെ പേര് പറയുമ്പോൾ തന്നെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ നമുക്ക് അധികാരമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസിനെ റിലീസ് ചെയ്യുന്നപ്പ. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്, പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ അവകാശമാണ്. ഇപ്പോൾ തന്നെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വേദനകളുടെ മേൽ ജയമെടുക്കുന്നു. കൈവച്ച് പ്രിയരെ, വേദന വേണ്ട, രോഗം വേണ്ട, ഒരു ക്യാൻസറും നിങ്ങൾക്ക് വേണ്ട, ഒരു രോഗവും നിങ്ങൾക്ക് വേണ്ട, ഒരു വേദനയും നിങ്ങൾക്ക് വേണ്ട, ഒരു വിഷയവും നിങ്ങൾക്ക് വേണ്ട. കൽപ്പിച്ചോ, എനിക്ക് ജീവനോട് ഇരിക്കണം. പറ, ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഞാൻ മരിക്കത്തില്ല. ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഞാൻ മരിക്കത്തില്ല. ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും കഷ്ടതയുടെയും എല്ലാ ശക്തികളെയും ക്രൂശിൽ തകർത്തതാണ്. ദൈവരാജ്യം എൻ്റെ അകത്ത് വ്യാപരിക്കുക, ദൈവരാജ്യം എൻ്റെ അകത്ത് വ്യാപരിക്കുക, ദൈവരാജ്യം എൻ്റെ അകത്ത് വ്യാപരിക്കുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങളെ, വേഗത്തിൽ ചെക്ക് ചെയ്ത് ആ ശരീരത്തിന്റെ മേലേക്ക് വേഗത്തിൽ ചെക്ക് ചെയ്ത് ഇന്ന് കൈവച്ച് പ്രാർത്ഥിച്ച സഹോദരങ്ങള് വേഗത്തിൽ ചെക്ക് ചെയ്ത് യേശു കർത്താവിന്റെ അത്ഭുത കരം ഇന്നവിടെ വെളിപ്പെട്ടിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ കരം ഇന്നവിടെ തൊടുന്നല്ലോ. അപ്പൊ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്നവിടെ എല്ലാവരും ഈ നിമിഷം ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. വേഗത്തിൽ സ്വന്തം ശരീരത്തിന്റെ അകത്തോടൊന്ന് ചെക്ക് ചെയ്തേ.
സ്വന്തം ശരീരത്തിന്റെ മേലേക്ക് കൈ തിരിച്ചോ കാലോ കയ്യോ എവിടെയാണ് നടന്നു നോക്കിക്കേ. നിങ്ങൾ കൈയും കാലും തിരിച്ചോ മറിച്ചൊക്കെ നോക്കിക്കേ. കർത്താവെ, ഇന്ന് യേശു എൻ്റെ രോഗം വഹിച്ചതാ. എനിക്ക് രോഗം വേണ്ട, എനിക്ക് രോഗം വേണ്ട. ഞാൻ രോഗം അനുഭവിക്കാനുള്ള ആളല്ല. ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ലോകം മുഴുവൻ പോയി കർത്താവിൻ്റെ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയുവാൻ വിളിക്കപ്പെട്ടയാളാണ് നിങ്ങൾ. കണ്ടോ പ്രിയരെ, ഇത് ആണ് നിങ്ങളുടെ അവകാശം. ഈ സമയത്ത് ആ വേദന ഉള്ളവര്, രോഗമുള്ളവര് ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത്. സാക്ഷ്യത്തിന്റെ സമയമാണ്. വേഗത്തിൽ ചെക്ക് ചെയ്ത്. എൻ്റെ ശരീരത്തിൽ ഒരു പൂർണ്ണ വിടുതൽ, എനിക്കൊരു പൂർണ്ണ വിടുതൽ എൻ്റെ ശരീരത്തിൽ ഉണ്ടായെന്ന് പറയുന്ന സഹോദരങ്ങൾ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. എൻ്റെ ശരീരത്തിൽ ഒരു പൂർണ്ണ വിടുതൽ സംഭവിച്ചെന്ന് പറയുന്നവർ മാത്രം, അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ശരീരത്തിൽ ഒരു മാറ്റം വന്നെന്ന് പറയുന്നവർ മാത്രം, ഇതിൻ്റെ അകത്തുണ്ടോ, അവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. മറ്റാരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു പറയാൻ വേണ്ടിയാണോ? വന്നു, അവർക്ക് എന്തോ മേടിക്കാൻ പോകണം, അവർ കാറി ഇരിപ്പുണ്ട്. നന്ദി കർത്താവേ. ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോരുത്. നിങ്ങൾ അനാവശ്യമായിട്ട് വേറെ വഴിക്ക് പോകരുത്. ബ്രദറെ, എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറി. വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ഇല്ല. ഓ, നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി അങ്ങയുടെ വൻകൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ? സൗഖ്യം എനിക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസറോട് ബ്രദറെ, പറഞ്ഞു. ബ്രദർ, ഇന്ന് ഫുൾ ഡേ എനിക്ക് ബോഡി പെയിൻ ആയിരുന്നു. ഫുള്ളായിട്ട് മസിൽസിനെല്ലാം വീക്ക്നെസ് ആയിരുന്നു ഇന്ന്. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ശരീരത്തിൽ കൂടെ ഭയങ്കരമായിട്ടൊരു എർത്ത് പാസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ദൈവത്തിന്റെ ഒരു വലിയ പ്രസൻസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. എനിക്ക് പൂർണ്ണമായിട്ടൊരു വേദനകൾക്കെല്ലാം ഒരു മാറ്റം വന്നിപ്പം. ഓ, നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കിയവർക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നന്ദി കർത്താവ്. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? എനിക്കൊരു പൂർണ്ണമായ മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നവർ മാത്രം, അവർ മാത്രം ഒന്ന്. മറ്റാരുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിന്റെ കൃപയാൽ പറയാനാണ് സഹോദരങ്ങളെ മ്യൂട്ട് മാറ്റിയത്. അല്ല, ഒരു സാക്ഷ്യം പോലും നിങ്ങൾ മിസ്സാകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയിലേക്കുള്ളൊരു വാതിലാണ്. കർത്താവിന്റെ അത്ഭുതത്തിന്റെ വാതിലാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. പറഞ്ഞു സിസ്റ്ററെ. രോഗസൗഖ്യം അല്ല ബ്രദർ, ഇന്നൊരു സാക്ഷ്യം പറയാനായിരുന്നേ. പറഞ്ഞു സിസ്റ്ററെ. രാവിലെ ഞാൻ വീട്ടു ജോലിക്ക് പോവുകയാണ്. വീട്ടു ജോലിക്ക് പോയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മൊബൈലിനകത്തൊരു വചനത്തിന്റെ ഒരു പ്രാർത്ഥന വെച്ച് കേട്ടോണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ ആ വീടിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മൊബൈലിൽ തന്നെ ഇങ്ങനെ പ്രാർത്ഥന കേട്ട് യേശുവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് പോയി ആ വീടിന് ഇച്ചിരി മാറി ചെന്നപ്പം അവിടെ ഒരു പേഴ്സ് ഇരിക്കുന്ന കണ്ടു. പക്ഷെ എനിക്ക് പോലും അത് കാണാൻ പറ്റത്തില്ല. ഞാൻ മൊബൈലിനകത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് എനിക്കും അത് കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ ആ പേഴ്സ് എന്നെ ദൈവം കാണിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ അവിടെ റോഡിൽ ഒരു പേഴ്സ് ഇരിക്കുന്നു മതിലയിൽ, ആരുടെയാണെന്ന് അറിയത്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതുപോലെ കളറും ഒക്കെ പറഞ്ഞു. അങ്ങനെ ടീച്ചർ എൻ്റെ കൂടെ ഓടി വന്ന്, സാറിന് ഓർമ്മക്കുറവുണ്ട്, ഇന്നലെ അവർ തിരുവനന്തപുരത്ത് നിന്ന് മോകളുടെ വീട്ടിൽ നിന്ന് വന്നതാണ്, ഇന്നലെ 1 മണിക്ക് വന്നതാ. അങ്ങനെ അവിടെ ആ വണ്ടി വീട്ടിലോട്ട് കയറാത്തതുകൊണ്ട് കുറച്ച് ഇഞ്ഞ് മാറ്റിയിട്ടിട്ട് അവർ അവിടുന്ന് സാധനങ്ങൾ പറക്കിയ സമയത്ത് ഈ സാറ് ആ പേഴ്സ് അവിടെ എടുത്ത് ആ മതിലേ വെച്ചിട്ട് പോയതാ. പക്ഷെ ആരും ഓർത്തതുമില്ല, കണ്ടതുമില്ല, ഒന്നുമില്ല. അവരാ വീട്ടിലെ ആ എല്ലാ രേഖകളും ബാങ്കിലും എല്ലാം പൈസയുടെ എല്ലാ രേഖകളും അതിനകത്ത് ആ പേഴ്സിനകത്ത് ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആ ദൈവം എൻ്റെ കണ്ണിൽ അത് കാണിച്ച് അത് തിരിച്ചു കൊടുക്കുവാൻ എൻ്റെ കർത്താവ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. അവരൊത്തിരി
പിന്നെ കിട്ടിയപ്പോഴത്തേന് ദൈവം അനുഗ്രഹിക്കും, എന്നെ ദൈവം അനുഗ്രഹിക്കും, ഇതിനകത്ത് ഒത്തിരി ഡോക്യുമെന്റ്സിന് ഒഴിക്കും, ഞങ്ങളുടെ സകലതും അതിനകത്താണ്, ഞങ്ങൾക്ക് പൈസ പോയാലും വേണ്ടിയില്ലായിരുന്നു, എൻ്റെ ദൈവം ഇന്ന് ദൈവം ആനതയെ കാണിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ഇന്നത് ഇന്നലെ 1 മണിക്ക് കൊണ്ടുവച്ച പേഴ്സാണ്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് 9:30 ചെന്നപ്പോഴാണ് ആ പേഴ്സ് എൻ്റെ കണ്ണിൽ കണ്ടതും ഞാൻ അത് കൊടുക്കുവാൻ പറ്റിയതും. അത് യേശുവിന് നന്ദി പറയുന്നു ഞാൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ അത് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അത്ഭുതമാണ്. കാര്യം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാം ഒരു വാതിലാ പ്രിയര്. ഇനി നാളെ സുവിശേഷത്തിന്റെ ഒരു വാതിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം സുവിശേഷത്തിന്റെ ഒരു വാതിലാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് അനുഗ്രഹമാണ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ മോള് കാനഡയിലാണ്. അപ്പൊ മോളുടെ ഒരു പേഴ്സിൽ ഇതുപോലെ ATM കാർഡ്, ലൈസൻസ്, ക്രെഡിറ്റ് കാർഡുകൾ അങ്ങനെ എല്ലാം വെച്ചിരുന്ന ആ ചെറിയ പേഴ്സ് കാണാനില്ലായിരുന്നു 2 ദിവസം കൊണ്ട്. അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞു മോള്. അപ്പൊ ഞാൻ പറഞ്ഞു യേശു അത്ഭുതം ചെയ്യും, മോള് വിഷമിക്കേണ്ട, അത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ കോൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറയും, എൻ്റെ യേശുവിന്റെ നാമത്തിൽ എനിക്കത് കിട്ടിയതിനായി നന്ദി പറയുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോള് വിളിച്ചു, അത് കിട്ടി മമ്മി എന്ന് പറഞ്ഞു. നന്ദി കർത്താവേ. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ സാക്ഷ്യമാക്കി ദൈവം നിങ്ങൾ കർത്താവിന്റെ വേലയിൽ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് പ്രയർ സ്റ്റേഷൻ പത്തനംതിട്ടയിൽ വരുന്നുണ്ടല്ലോ, അതിനുവേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് പേരുണ്ട്, ചോദിച്ചായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് ഇത് ഷെയർ ചെയ്യുന്നു. അത് മാത്രമല്ല, കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ. പല ആളുകളും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രയർ ലൈനിൽ ഇപ്പം തന്നെ ഓരോ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽസുകൾ വിതയ്ക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നവർ നിർബന്ധത്താലല്ല, അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനേക ഇടങ്ങളിൽ നമുക്ക് പ്രയർ സ്റ്റേഷൻ എന്ന നിയോഗത്താൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സുവിശേഷമായിട്ട് അനേക ഇടങ്ങളിൽ പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു മെസ്സേജ് അവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് മെസ്സഞ്ചറിൽ. എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും ഒരുമിച്ച് ഓരോ വ്യക്തിപരമായിട്ട് അയക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റർ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കർത്താവിൻ്റെ വേലയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ കിട്ടുമ്പോൾ കർത്താവിനെ പ്രാർത്ഥിക്കുക. നിർബന്ധമല്ല, എടുത്തു പറയുന്നു, നിർബന്ധത്താലല്ല, അനേക ഇടങ്ങളിൽ സുവിശേഷം എത്തേണ്ടതിനും അനേകർക്ക് കർത്താവിൻ്റെ നാമത്തിൽ സുവിശേഷത്തിന് വേണ്ടി പോകേണ്ടതിനും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കേണ്ടതിനും. നമ്മൾ സുവിശേഷ വേലയ്ക്ക് വിതച്ചില്ലെങ്കിൽ ദൈവരാജ്യം മൂവ് ചെയ്യത്തില്ലേ? ദൈവരാജ്യം ശക്തമായിട്ട് മൂവ് ചെയ്യും. അതിൻ്റെ അകത്തൊരു ഭാഗമാകുവാൻ ഒരു മുഖാന്തരമാണ് ഇത്. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. കൊയ്യുവാൻ സഹായിക്കും കർത്താവ്. ഇനിയും വൻ കൃപകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. കർത്താവ് ഇടപെട്ട ഈ ദിവസങ്ങളിൽ നമുക്കൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ യാത്രയിലായതുകൊണ്ടാണ്, എങ്കിലും പ്രാർത്ഥനകളൊക്കെയും സുലഭമായിട്ട് തന്നെ നടത്തി. പ്രത്യേകിച്ച് ടോമസ് ബർ അത് ലീഡ് ചെയ്തു, കുഞ്ഞുങ്ങളത് കൺട്രോൾ ചെയ്തു. എല്ലാ കാര്യങ്ങളെയും പ്രിയർ ലൈനിലെ സഹോദരങ്ങളെല്ലാം അത് പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, അതൊക്കെ നിയന്ത്രിച്ചു. ഓരോ ദിവസവും മിസ്സാകുമ്പോൾ എനിക്കറിയാം, ദൈവഹിതമുള്ളതെല്ലാം നിൽക്കും. ഞാനതാ പറഞ്ഞ, ആള് കൂടുന്നതിലോ കുറയുന്നതിലോ അല്ല, ദൈവഹിതമുള്ളതെല്ലാം നിൽക്കും, ബാക്കി എല്ലാം പോകും. എൻ്റെ പ്രാർത്ഥന ഏതാണ്? കർത്താവിൻ്റെ ഹിതമുള്ളതെല്ലാം നിൽക്കട്ടെ, ദൈവത്തിൻ്റെ ഹിതമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ ഹിതമുള്ളതാണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന. ദൈവഹിതമല്ലാത്തൊന്നും നമുക്ക് വേണ്ട. ഗോഡ് ബ്ലെസ് യു സഹോദരങ്ങളെ. നാളെ നമുക്ക് സൺഡേ പ്രെയർ ഉണ്ട്. UK ടൈം നിങ്ങൾക്ക് എനിക്ക് ഇന്ത്യൻ സമയം 4 മണിക്കാണ്. നമ്മുടെ സാധാരണ സമയം തന്നെയാണ്. 4 മണിയല്ലേ നമ്മുടെ ഇന്ത്യൻ സമയം വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽസ് വരുന്നത്. UK ടൈം നമുക്ക് 11 മണിക്കാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുക. പ്രാർത്ഥനയിലേക്ക് നമ്മൾ എന്താ പറയുന്നത്, ഒരു വലിയൊരു ദൈവപ്രവൃത്തി ദേശമെമ്പാടും ചെയ്യുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-ക്കാണ്. UK ടൈം രാവിലെ 11 മണിക്കാണ്. അപ്പോൾ അതിൽ പങ്കുചേരുക. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. അത് നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, രാവിലെ തന്നെ ജോയിൻ ചെയ്യുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. അപ്പം നമുക്ക് വീണ്ടും ഒരുമിച്ച് നാളെ കൂടാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.